തെറ്റ് ചെയ്താൽ അടിക്കണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത സാധനങ്ങൾ ചവിട്ടിപ്പൊട്ടിക്കുക. പോസിറ്റീവ് ആവുക എന്ന് പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ അതൊരു സമ്മർദ്ദം തന്നെയാണ്. കാരണം അത് ടോക്സിക് പോസിറ്റിവിറ്റിയിലേക്ക് പോകും. മടി എന്ന് പറഞ്ഞ് വരുന്നത് നമ്മൾ മടിയാണോ പ്രൊക്കാസ്റ്റിനേഷൻ ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. ബേൺ ഔട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇത്തിരി ഗ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിലാണെങ്കിൽ ടീം മേറ്റ്സ് ആയിട്ട് ഒത്തുപോകുന്നില്ല, അല്ലെങ്കിൽ ബോസ് ആയിട്ട് ഒത്തുപോകുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് വരും. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവർക്കും അത് ശരിയാവില്ല. കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അത് മടി മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അണ്ടർലൈങ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടാവും, നമ്മൾ തിരിച്ചറിയാത്തതായിരിക്കാം. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൈക്കോളജിസ്റ്റ് അനു സൂരജാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്പോഴും കേൾക്കുന്ന 1-2 വാക്കുകളുണ്ട്. ഒന്ന്, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, ഞാൻ ഭയങ്കര ബേൺ ഔട്ടാണ്, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്ന്. ഈ 3 കാര്യങ്ങളും ഒരേപോലെ സംഭവിക്കുന്നതാണോ? അതുപോലെ എന്താണ് സ്ട്രെസ്? ഒരാൾക്ക് എപ്പോഴാണ് സ്ട്രെസ് അനുഭവപ്പെടുന്നത്? ഓക്കെ, ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈനംദിനമായി ചെയ്തു പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത്തിരി ചാലഞ്ചിങ് ആയിട്ടോ അല്ലെങ്കിൽ ഇത്തിരി പുതിയതായിട്ടോ ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവാം. അതായത് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പുതിയതായിട്ടൊരു ഫാമിലിയിലോട്ട് പോയി, അപ്പോൾ അവരുടെ ഫാമിലി ഡൈനാമിക്സ് മനസ്സിലാക്കണം, അങ്ങനത്തുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളൊരു ജോലി തുടങ്ങി, അങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ബോഡിയും മൈൻഡും അതിലുണ്ടാവുന്ന നാച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഒരു റെസ്പോൺസ് മാത്രമാണ് സ്ട്രെസ് അല്ലെങ്കിൽ നമ്മൾ സമ്മർദ്ദം എന്ന് പറയുന്നത്. അതായത് ആ സിറ്റുവേഷനെ മീറ്റ് ചെയ്യാനും അഡാപ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു എന്താ പറയുക റെസ്പോൺസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത്. ബേൺ ഔട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇത്തിരി ഗ്രേവ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ബേൺ ഔട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഇമോഷണലി, അതായത് വൈകാരികമായും ശാരീരികമായിട്ടും നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻ ആയി പോകുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ആൾക്കാർ കോമൺ ആയിട്ട് പറഞ്ഞു വരുന്ന വാക്കുകൾ തന്നെയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ബേൺഡ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, പക്ഷെ കോമൺ ആയിട്ട് ആൾക്കാർ ഒരേപോലെ യൂസ് ചെയ്യുന്ന ടേംസ് തന്നെയാണ് ഇത് രണ്ടും. ഈ സ്ട്രെസ് നമുക്ക് ദിവസങ്ങളോളം ഒക്കെ നീണ്ടു നിൽക്കും. ഇപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നാതിരിക്കുക, അതൊക്കെ സ്ട്രെസ്സിൻ്റെ ഭാഗമാണോ? അതൊരു മടിയാണോ? ഇതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? അത് രണ്ടുമായിരിക്കാം. ആക്ച്വലി നമുക്കിപ്പം മടി എന്ന് പറഞ്ഞ് വരുന്നത് നമ്മൾ മടിയാണോ പ്രൊക്കാസ്റ്റിനേഷൻ ആണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മടിയല്ല. അപ്പോൾ അത് എന്തെങ്കിലും അണ്ടർലൈങ് ആയിട്ടുള്ളൊരു മെൻ്റൽ ഹെൽത്ത് കൺസേൺ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആലോചിക്കേണ്ടി വരും അതെന്താണെന്നുള്ള. ആങ്സൈറ്റി ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്രൊക്കാസ്റ്റിനേഷൻ വരാം അങ്ങനെ. പക്ഷെ സ്ട്രെസ് എന്ന് പറഞ്ഞു വരുന്നത് ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആൾക്കാർ കോമൺ ആയിട്ട് അതിനെ പറയുന്നു എന്ന് മാത്രം, ഞാൻ സ്ട്രെസ്ഡ് ആണ് എന്നൊക്കെ ഉള്ളൊരു സാധനം പറയുന്നു. അതിനകത്ത് നമ്മൾ 2 തലത്തിലാണ് അത് വെക്കുന്നത്. അക്യൂട്ട് ആയിട്ടുള്ള സ്ട്രെസ്സും ഉണ്ട്, ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ്സും ഉണ്ട്. സ്ട്രെസ് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവും. അതോ അങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവം സ്ട്രെസ് അല്ല, വേറെ എന്തെങ്കിലും ആയിരിക്കുമോ? അതെ, ഡെഫിനറ്റ്ലി വേറെ എന്തെങ്കിലും ആവാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ അടിയിൽ അണ്ടർലൈങ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു കൺസേണും കൂടി ഉണ്ടാവാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. സ്ട്രെസ് അങ്ങനെ ഒത്തിരി നാളത്തേക്ക് നീണ്ടു നിൽക്കുന്നത് ക്രോണിക് സ്ട്രെസ്സാണ്. അതായത് ഇപ്പോൾ നമ്മൾ പ്രതികൂലമായ സാഹചര്യങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നേരിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് സ്ട്രെസ് ഇത്തിരി ക്രോണിക് ആയിട്ട് തന്നെ അനുഭവപ്പെടും. അതുപോലെ ഇപ്പം മാം പറഞ്ഞല്ലോ മടി വരുന്നത് സ്ട്രെസ് മൂലമാണ്. ചിലപ്പോൾ നമുക്ക് നമ്മുടെ റൂം ക്ലീൻ ചെയ്യാൻ തോന്നില്ല, നമ്മുടെ കബോർഡ് ക്ലീൻ ആക്കാൻ തോന്നില്ല, ഭക്ഷണം വെക്കാൻ തോന്നില്ല, ഒന്നും തോന്നില്ല. അപ്പം നമ്മുടെ കൂട്ടുകാർ ചോദിച്ചാൽ അപ്പം പറയുന്ന ഒരു മറുപടി എന്ന് വെച്ചാൽ എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നില്ല, എനിക്ക് മടിയാണെന്ന്. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നണില്ല, എനിക്ക് മൂഡില്ല എന്നൊക്കെ പറയുന്നതിനെ ആളുകൾ മടിയിനോട് കൂട്ടിച്ചേർത്ത് വെക്കൂല. നിനക്ക് മടിയായിട്ടോ, മനസ്സ് വെച്ചാൽ ഇതിൽ നിന്ന് നിനക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സൊന്നും ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ടല്ലോ. അപ്പൊ അത് സ്ട്രെസ് കൊണ്ടാണോ, അതോ നമ്മൾ എന്തൊക്കെയോ കാര്യത്തിൽ ആങ്സൈറ്റി വരുന്നത് കൊണ്ടാണോ, അങ്ങനെ ഡിപ്രഷൻ വരുന്നത് കൊണ്ടാണോ, എന്തുകൊണ്ടായിരിക്കും നമുക്കൊരു മടി എന്താണ്, അല്ലെങ്കിൽ ഇത് മടിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ പറ്റാതെ വരുന്നത്? ഡെഫിനറ്റ്ലി കുറേ ദിവസത്തേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് മടി മാത്രമല്ല, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അണ്ടർലൈങ് ആയിട്ടുള്ള കൺസേൺസ് ഉണ്ടാവും, നമ്മൾ തിരിച്ചറിയാത്തതായിരിക്കാം. അപ്പോൾ ഇപ്പം നമുക്ക്
എന്താ പറയുക, ഇപ്പോൾ എന്താ പറയുക, വിഷാദത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഡിപ്രഷൻ്റെ കാര്യം പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും അല്ലെങ്കിൽ ആൾക്കാരോട് മിണ്ടാതിരിക്കാനും ഒറ്റയ്ക്കിരിക്കാനും അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രവണത കൂടുതലാണ്. അതിൻ്റെ സയൻസ് ആണ് ആക്ച്വലി. അപ്പോൾ വെറും ഒരു മടി തന്നെ ആയിരിക്കണം എന്നില്ല, അതിലും കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തേക്ക് ഉണ്ടാവാം. അപ്പം നമ്മൾ കൃത്യമായി പരിശോധന നടത്തേണ്ടതുണ്ട്. എനിക്ക് മടിയാണോ അതോ എനിക്ക് സ്ട്രെസ് മൂലം എനിക്കൊന്നും ചെയ്യാൻ തോന്നാത്തതാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ വേണ്ടി. അതെ, തീർച്ചയായും നമ്മളൊരു മെഡിക്കൽ പ്രൊഫഷണൽ അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ കൺസൾട്ട് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ലേസിനെസ് എന്ന് പറയുന്നത് ഇപ്പം ഇന്ന് ഒരു ദിവസം ഇപ്പം എനിക്ക് തുണി അലക്കാൻ ഒരു മടിയുണ്ട്, അതിപ്പോൾ നാളത്തേക്കും കൂടി ഉണ്ട്, അത് കുഴപ്പമില്ല, കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ലെങ്കിൽ ഇഷ്ടമില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് ബോഡി തന്നെ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഈ പറഞ്ഞ മാതിരി ചെറിയ രീതിക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അല്ലെങ്കിൽ നമുക്ക് ഉറക്കക്കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടാവില്ല. അങ്ങനെയും ആവാം. പക്ഷെ അത് കുറേ കാലത്തേക്ക് അത് തുടർന്ന് പോവുകയാണ്, ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച അങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ അത് അത്ര നല്ലൊരു സൈൻ അല്ല, അതൊരു റെഡ് ഫ്ലാഗ് തന്നെയാണ്. അപ്പം നമ്മൾ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണലിനെ കാണിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരാളുടെ ജീവിതത്തിൽ സ്ട്രെസ് ഉണ്ടാകുന്നത് നമ്മളൊരു നെഗറ്റീവ് വേയിലാണല്ലോ പറയുക, എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, എനിക്കൊന്നും ചെയ്യാൻ തോന്നുന്നില്ലത്. പക്ഷെ നമ്മളല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ ഒരാളുടെ ലൈഫിൽ സ്ട്രെസ് ഉണ്ടാവുന്നത് അതിന് ഗുണവും ദോഷവും 2 വശങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? സ്ട്രെസ് നമുക്ക് എപ്പോഴും നമ്മൾ 2 സ്ട്രെസ്സാണ് പറയുന്നത്. ഒന്ന് യു സ്ട്രെസ് എന്ന് പറയും, EUSTRESS, അല്ലെങ്കിൽ ഡിസ്ട്രെസ്, ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ യു സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമ്മൾ നോർമലി ഗുഡ് സ്ട്രെസ് എന്നാണ് അതിന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ജീവിതത്തിൽ കാര്യങ്ങൾ എവറി ഡേ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്ന് നമ്മൾ പറയുമല്ലോ, ADL, ആ കാര്യങ്ങളൊക്കെ ചെയ്തു പോവാനായിട്ടുള്ള ഒരു എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടല്ലോ, മൈൻഡും ബോഡിയും അതിന് വേണ്ടിയിട്ടൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അതിനെ നമുക്ക് എന്താ പറയുക, സ്ട്രെസ് എന്ന് പറയാം, അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിലും ഉപരിയായിട്ട് നമുക്ക് ഇപ്പം നമുക്കൊരു ജോബ് ലോസ് ഉണ്ടായി, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സെപ്പറേറ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ബ്രേക്കപ്പ് ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് ഫിനാൻഷ്യലി ഡിഫിക്കൽട്ടി ഉണ്ട്, അങ്ങനെയൊക്കെ ഉള്ള സമ്മർദ്ദം നിരന്തരമായി കുറേ നാളത്തേക്ക് നിൽക്കുമ്പോഴത്തേക്കും പിന്നെ നമ്മളത് ഡിസ്ട്രെസ്സിലായി നമ്മൾ. അപ്പം അങ്ങനെ 2 തലത്തിലാണ് നമ്മളത് പറയുന്നത്. ചില സ്ട്രെസ്സ് നല്ലത് തന്നെയാണ്, നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ആ എഫേർട്ട് ഇടാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പോൾ അത് നല്ലതാണ്. പക്ഷെ കുറേ കാലത്തേക്ക് ബുദ്ധിമുട്ടായ ഒരു അവസ്ഥയിൽ പോവുകയാണെങ്കിൽ മാത്രമാണ് അത് നമ്മൾ ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. മാം ഇപ്പം പറഞ്ഞല്ലോ, നമ്മൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്സ് ആയിരിക്കാം, ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്നുണ്ടാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് സമ്മർദ്ദം ഉണ്ടാവാനുള്ള മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇത് പേഴ്സണൽ ആയിട്ടാണ് കൂടുതൽ അത് സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഫാമിലി ഇഷ്യൂസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇപ്പോൾ വർക്കിലാണെങ്കിൽ ടീം മേറ്റ്സ് ആയിട്ട് ഒത്തുപോകുന്നില്ല, അല്ലെങ്കിൽ ബോസ് ആയിട്ട് ഒത്തുപോകുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്ട്രെസ് വരും. പിന്നെ അത് കൂടാണ്ട് വിസിബിൾ ആയിട്ടല്ലാത്ത ഇൻവിസിബിൾ ആയിട്ടുള്ളൊരു സ്ട്രെസ് നമുക്ക് വരും. ഇപ്പോൾ എനിക്കിപ്പം കോൺഫിഡൻസ് ഇല്ല കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേജിൽ കയറി ഒന്ന് സംസാരിക്കാനോ പാടാനോ ഒരു വിഷമമുണ്ട്. ഇതൊന്നും വിസിബിളായിട്ട് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റില്ല, ഇൻവിസിബിൾ ആണ്. കാരണം എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ഡയലോഗ് ഉണ്ടാവാം, ഐ ആം നോട്ട് ഗുഡ് ഇനഫ്, എന്നെ കൊണ്ട് അത്ര പോരാ അല്ലെങ്കിൽ പറ്റില്ല, ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഇൻവിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ്സുകൾ ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാവാം. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്താണെങ്കിൽ ചിലപ്പോൾ ഡെഡ് ലൈൻസ് ഒക്കെ മീറ്റ് ചെയ്യാനുള്ള സ്ട്രെസ് ഉണ്ടാവാം, പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എക്സാം വരുന്നു, അങ്ങനത്തെ ഉള്ളൊരു സ്ട്രെസ് ഉണ്ടാവാം. ഇപ്പോൾ മുതിർന്നവർക്കാണെങ്കിൽ ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് നിന്ന് വരുന്ന സ്ട്രെസ്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ട്രെസ്സാണ്. അതായത് ഒരുപാട് കാലത്തേക്ക് ഇപ്പോൾ ലോൺ അടയ്ക്കാൻ പറ്റാതെ വരിക, അങ്ങനത്തെ ഉള്ള സ്ട്രെസ്സ് കൂടുതലായിട്ട് ആൾക്കാരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ റെസീലിയൻസ് പവർ അനുസരിച്ചിരിക്കും, എല്ലാ ആൾക്കാരും ഒരേപോലെ ആയിരിക്കില്ല സ്ട്രെസ്സിനോടുള്ള റിയാക്ഷൻ. ചില ആൾക്കാർ അതിനെ തരണം ചെയ്യാനുള്ളൊരു ഇൻഹറൻറ്റ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അത് കുഞ്ഞുനാളിലെ തൊട്ട് ആ ഒരു റെസീലിയൻ പവർ, സൈക്കോളജിക്കലി അവർ റെസീലിയൻ്റ് ആണ്. അങ്ങനെയുള്ള കുറച്ച് പേരുണ്ട്, അവർക്കത് കുറച്ചും കൂടി ഒന്ന് ബോൾഡായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അല്ലാത്തവർക്ക് ഒരു ഹാൻഡ് ഹോൾഡിങ് കൊടുത്താൽ അവർക്ക് തിരിച്ചു വരാൻ പറ്റും. ഒരാൾക്ക് സ്ട്രെസ് ഉണ്ട് എന്ന് ഇപ്പം അറിയാൻ വേണ്ടിയിട്ട് അവരുടെ ബോഡി അല്ലെങ്കിൽ മൈൻഡ് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം മാമിൻ്റെ അടുത്ത് ഒരാൾ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവും ഇവർ സ്ട്രെസ്ഡ് ആണ് എന്നുള്ളത്.
ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പം നമുക്ക് ചില ആൾക്കാർ, ഇപ്പോൾ കുട്ടികളൊക്കെ കണ്ടിട്ട് നമ്മൾ ക്രൗച്ച്ഡ് പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. ഇപ്പോൾ ഷോൾഡേഴ്സൊക്കെ ഇങ്ങനെ അകത്തോട്ടാക്കി അങ്ങനെ ഒരു വൂമ്പ് പൊസിഷനിൽ ഇരിക്കുന്ന കുട്ടികളുണ്ടാവാം. അപ്പോൾ അവർക്കൊക്കെ ട്രോമ ആയിരിക്കാം, ചെറിയ സ്ട്രെസ് ആയിരിക്കാം, അത് എന്ത് വേണമെങ്കിലും ആവാം. അതേപോലെ തന്നെ ഇപ്പം മുതിർന്നവരാണെങ്കിലും സംസാരിക്കുമ്പോൾ ഇപ്പോൾ ആൻഷ്യസ് ആയിട്ടുള്ള ഒരാൾ ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ എല്ലാം പറഞ്ഞ് തീർക്കാൻ ഉള്ളൊരു അങ്ങനെ ഒരു സ്പീഡിൽ സംസാരിക്കുന്ന വെച്ച് നമുക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചില ആൾക്കാർ കൈയിൻ്റെ ജെസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, കൈ ഫിംഗേഴ്സ് ഫിജറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കാലിട്ടുകൊണ്ട് ഇങ്ങനെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോഴൊക്കെ നമ്മൾക്കൊരു റെസ്റ്റ്ലെസ്നെസ് നമുക്ക് ഫീൽ ചെയ്യാം. അതെല്ലാം നമുക്ക് എന്താ പറയുക, വിസിബിളായിട്ട് ഇങ്ങനെ നോൺ വെർബൽ ജെസ്റ്റേഴ്സ് ആണല്ലോ അതെല്ലാം, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ കുട്ടികളാകുമ്പോൾ നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം അത് മിക്കതും നമുക്ക് വേറെ പലതുമായിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നത്. ഇപ്പോൾ സഡനായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് ഉൾവലിഞ്ഞ് പോവുക, ഫ്രണ്ട്സിൻ്റെ അടുത്ത് മിണ്ടാതെ ആവുക, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ മാർക്ക് പെട്ടെന്ന് കുറഞ്ഞു പോവുക, പഠിക്കാൻ ഇൻട്രസ്റ്റ് കാണിക്കാതെ ഇരിക്കുക, പിന്നെ കളിക്കാൻ പോയിരുന്ന കുട്ടി കളിക്കാതെ ആവുക, അല്ലെങ്കിൽ ബിഹേവിയറലി പെട്ടെന്ന് ഡീവിയൻ്റ് ആയിട്ടുള്ളൊരു ബിഹേവിയറിലേക്ക് പോവുക, ഇതെല്ലാം നമുക്ക് ഒന്ന് അന്വേഷിക്കാൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു കാരണങ്ങൾ തന്നെയാണ്. ഈ കുട്ടികളിൽ കണ്ടുവരുന്ന സമ്മർദ്ദം അത് എന്തൊക്കെ അടിസ്ഥാനപ്പെടുത്തി? ഒരു പഠനം മാത്രമാണ് ഒരു സ്ട്രെസ് ഉണ്ടാവാനുള്ള ഒരു കാരണമായി വരുന്നത്, അതോ അവരുടെ ചുറ്റുമുള്ള കൂട്ടുകാരുടെ കളിയാക്കലുകൾ അല്ലെങ്കിൽ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാതിരിക്കുക, ഇതൊക്കെ അവർക്ക് സ്ട്രെസ് ഉണ്ടാവാനുള്ള ഒരു കാരണം കൂടി ആയിരിക്കില്ല? ഇതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ ഓരോരോ കാരണങ്ങൾ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇപ്പോൾ റീസെൻ്റ്ലി വന്നിരുന്നു. അപ്പം ആ കുട്ടിക്ക് ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ഒത്തിരി മെഡിസിൻസ് ആ മോള് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയിരുന്നു, ഡിപ്രഷൻ്റെ സിംറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ തെറാപ്പിയും മെഡിക്കേഷൻസ് എല്ലാം ഇതാക്കി കൊടുത്ത് ആ ഒരു ക്ലിനിക്കൽ എലമെൻറ്റ് കഴിഞ്ഞിട്ടും പഠിക്കാനുള്ള വിഷമങ്ങൾ മാറുന്നില്ല. അപ്പം നമ്മൾ ലേണിംഗ് സ്ട്രഗിൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ അസസ്മെൻ്റ് എടുത്തപ്പോഴാണ് IQ ഉണ്ട്, പക്ഷേ വേറെ അറ്റൻഷൻ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ പിന്നെ കോംപ്രിഹെൻഷൻ അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, സ്ട്രഗിൾ ആ കുട്ടി ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കുട്ടി അത് മാസ്ക് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പാരൻസിൻ്റെ എക്സ്പെക്റ്റേഷൻസ് അല്ലെങ്കിൽ എല്ലാവരെയും ഹാപ്പി ആക്കണം, ഇപ്പം അവർ ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും നമ്മളൊരു എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് താഴെ പോകാൻ നമുക്ക് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് കാണിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ഘട്ടം തന്നെയാണ്. അപ്പോൾ ആ ഹോൾ ഫാമിലിയും കുട്ടിയും സ്ട്രെസ്സിൽ പോകും. കാരണം ഇപ്പം സ്പെസിഫിക് ലേണിംഗ് ഡിസബിലിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസ് ഒക്കെ ഉണ്ട്. അത് നമുക്കിപ്പോൾ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനൊക്കെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം നമുക്ക് അതിലൊരു ഇൻഫർമേഷൻ പാരൻറ്റിന് ഇല്ലെങ്കിൽ പാരൻറ്റ് കുട്ടിയെ പ്രഷറൈസ് ചെയ്തുകൊണ്ടിരിക്കും. പഠിക്കുന്നില്ല, വേറെ അയാളെ കണ്ടില്ലേ, അയാൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്നു, നിനക്ക് മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ പ്രഷേഴ്സ് എല്ലാം കുട്ടിക്ക് നല്ല ക്രോണിക് സ്ട്രെസ് ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതും നമുക്ക് പറയാം കുട്ടികളിൽ. അത് റീസെൻ്റ്ലി വന്നൊരു കേസ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്കൊരു കോസ് തന്നെയാണ് ആക്ച്വലി. ഇപ്പം നമ്മൾ കുട്ടികളുടെ സ്ട്രെസ്സിനെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം ഈ കൗമാരത്തിലുള്ള കുട്ടികൾ, അതായത് ഇപ്പം ചെറിയ കുട്ടികൾ ഇത്തരം രീതിയിലുള്ള കാര്യങ്ങളാണ് ഫേസ് ചെയ്യുന്നത്. അതാണ് നമ്മളിവിടെ പറഞ്ഞു തീർത്തു. ഇപ്പം യൗവനത്തിലേക്ക് എത്തുക, യൂത്ത്, ഇപ്പം ഞങ്ങളുടെയൊക്കെ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ പല രീതിയിലുള്ള സ്ട്രെസ്സുകൾ ഫേസ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പ് ആയിരിക്കാം, ജോലി ആയിരിക്കാം, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, ഇത്തരം കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ട്, വിവാഹം കഴിച്ചവരുണ്ട്. അപ്പം ഇത്തരം ആളുകൾ ഏതെല്ലാം തരത്തിലുള്ള സ്ട്രെസ്സിലൂടെയാണ് കടന്നു പോകുന്നത്, അതൊന്ന് വിശദീകരിക്കാമോ? അപ്പം ഏർലി അഡൾട്ട്ഹുഡിലേക്ക് വന്നിട്ടുള്ള കുട്ടികൾക്ക് പിയർ പ്രഷർ അല്ലെങ്കിൽ പുതിയ കോളേജിലേക്കുള്ള അഡാപ്റ്റേഷൻ, പിന്നെ ഇപ്പം പാരൻസ് ചിലപ്പോൾ ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടാവാം. അതിൻ്റെ ആ സമ്മർദ്ദം കൊണ്ട് കുട്ടി ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടാവാം. പക്ഷെ കുട്ടിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇതല്ല എനിക്ക് വേണ്ടത്, ഇതെൻ്റെ കോളിംഗ് അല്ല എന്ന് തോന്നുന്നുണ്ടാവും. സിമിലർലി വർക്കിലും പുതിയതായിട്ട് കയറിയിട്ടുള്ളവർക്ക് ഉണ്ടാവാം. ഇപ്പം നമ്മൾ വർക്കിൽ ഒത്തിരി ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഒത്തിരി IT പ്രൊഫഷണൽസ് ആണ് കൂടുതൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. യങ് ആയിട്ടുള്ള കുട്ടികൾ കോളേജിൽ നിന്ന് ഫ്രഷേഴ്സായിട്ട് ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഒത്തിരി അങ്ങനെ വർക്ക് അവേഴ്സ് സ്ട്രെച്ച്ഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യങ്ങൾ അവർ പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന സ്ട്രെസ്സ്, ഒത്തിരി ആ ഡെഡ് ലൈൻ മീറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സംഭവങ്ങൾ
ബുദ്ധിമുട്ടായിട്ട് അവർ പറയാറുണ്ട്. റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ പെടുന്നവരുണ്ട്. കാരണം പണ്ടത്തെ കാലഘട്ടത്തിൽ കുറച്ചൊരു എന്താ പറയുക ഇതേ ഉള്ളൂ, ലൈക്ക് ഇപ്പം ലീഗൽ അല്ലെങ്കിൽ ഇല്ലീഗൽ അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണെങ്കിൽ ഇപ്പം അതിന് കുറെ ഇത് കൂടി വരികയാണ്. ഡെഫിനിഷൻസ് പ്ലാറ്റോണിക്, റൊമാൻറ്റിക്, സിറ്റുവേഷൻഷിപ്പ്, ലിവിങ് ടുഗെദർ, ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ്സ്, ഫ്രണ്ട്സ് വിത്തൗട്ട് ബെനിഫിറ്റ്സ്, ഫ്രണ്ട്സ് വിത്ത് സ്ട്രിങ്സ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അവർ തന്നെ വ്യക്തമായിട്ട്, എസ്പെഷ്യലി ജെൻസി കുട്ടികൾ വ്യക്തമായിട്ട് നമ്മളോട് വന്ന് പറയും, ദിസ് ഇസ് what I am expecting in the relationship, this is what I want എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അത് അറിയാതെ റിലേഷൻഷിപ്പിൽ പോയി പെട്ടിട്ട് ഓപ്പോസിറ്റുള്ള പേഴ്സൺ അതല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ടും സ്ട്രെസ്സിലും പ്രശ്നങ്ങളിലുമായിട്ട് വരുന്നവരും ഉണ്ട്. പിന്നെ ഉള്ളത് സബ്സ്റ്റൻസിലൊക്കെ പോയി പെട്ടിട്ട് ബുദ്ധിമുട്ടിൽ ആവുന്നവരും ഉണ്ട്. പിന്നെ അതിൽ കൂടുതൽ പാരൻസ് ആയിരിക്കും കൂടുതൽ അങ്ങനെയുള്ള കേസുകൾ കൊണ്ടുവരുന്നത്. ആക്ച്വലി ഈ വർക്ക് പ്ലേസിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ഉണ്ടല്ലോ, അതൊരു വ്യക്തിയുടെ മാനസിക ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയും എത്രത്തോളം ബാധിക്കും? അത് നമ്മൾ കൃത്യമായി പരിഗണിക്കേണ്ട ഒരു വിഷയം തന്നെയല്ലേ? ഡെഫിനറ്റ്ലി. ഇപ്പോൾ വർക്ക് പ്ലേസിൽ ഇപ്പം നമ്മൾ കുറേ, ഇപ്പം ഞാൻ തന്നെ ഇവിടെ ഒരു 3-4 IT പ്ലാറ്റ്ഫോംസിൽ പോകുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോസ്റ്റ് കോവിഡ് IT ഫേംസും ഒത്തിരി ബാങ്കിങ് സെക്ടേഴ്സും ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ 3-4 ബാങ്ക് അസോസിയേഷൻസിൽ കഴിഞ്ഞ വർഷം 3 എണ്ണത്തിലും മറ്റും ഞാൻ പോയിട്ടുണ്ട്. അപ്പം അതൊരു നല്ല ചേഞ്ചാണ്, പ്രോഗ്രസ് ആണ്. ബിക്കോസ് എംപ്ലോയീസിൻ്റെ വെൽനെസ് കൺസിഡർ ചെയ്യുന്ന കമ്പനീസ് ആക്ച്വലി അവർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് നല്ലൊരു വർക്ക് കൾച്ചറും ആണത്. കാരണം ഇപ്പം യങ് ആയിട്ടുള്ള ന്യൂ മദേഴ്സ് ഉണ്ടാവും. അപ്പം അവരൊക്കെ 9 to 9 വർക്ക് ചെയ്യുമ്പം അവർക്ക് ഭയങ്കര ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി ആണ് കുട്ടിയുടെ അടുത്തുനിന്നും. ഈവൻ ദോ അവിടെ ഒരു കെയർ ഗിവർ ഉണ്ടെങ്കിൽ പോലും ഒത്തിരി ആൾക്കാർ, അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്തിട്ട് ബ്രേക്ക് കൊടുത്തൊരു കമ്പനിയും ഉണ്ട് ഇവിടെ. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ബ്രേക്കിൽ അവർക്ക് എന്താ പറയുക, അടുത്തുള്ളവർക്ക് പോയി വരാം, അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ളൊരു ഫെസിലിറ്റി. പിന്നെ പാരൻറ്റിങ് വർക്ക്ഷോപ്പ് ചെയ്തിട്ടുള്ള കമ്പനീസ് ഉണ്ട് ഇവിടെ. അപ്പം ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. ഇപ്പം തോട്ട് പാറ്റേൺസിലാണെങ്കിലും കമ്പനീസിൻ്റെ അവർ എംപ്ലോയീസിൻ്റെ വെൽനെസ്സിന് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളവരും ഉണ്ട്, നേരെ തിരിച്ചുള്ളവരും ഉണ്ട്. അത് നമ്മൾ വണ്ടർ ചെയ്യും അതെങ്ങനെ അവർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും പഴയ ആ ഒരു രീതിക്ക് തന്നെ മുൻഗണന കൊടുത്ത് എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ, കാരണം എംപ്ലോയീസ് ചിലപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ടാവാം, അല്ലെങ്കിൽ റിവോൾട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പം എൻ്റെ അടുത്ത് തന്നെ 2-3 പേര് ട്രിവാൻഡ്രം ബേസ്ഡ്, അവർ ഓൺലൈനാണ് വന്നത്. അപ്പോൾ ആ കുട്ടിക്ക് സിവിയർ ടോക്സിസിറ്റി അനുഭവിച്ചിട്ടാണ് ആ കുട്ടി വന്നത്. പിന്നെ അവസാനം അവർ ഇപ്പം നമുക്കതിന് ഇപ്പോൾ എന്താ പറയുക, വർക്ക് പ്ലേസിൽ നമുക്കിപ്പോൾ പോഷ് ആക്റ്റ് ഒക്കെ ഉണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എത്ര പേര് അത് അവെയർ ആണെന്ന് അറിയില്ല. പക്ഷെ വർക്ക് പ്ലേസിൽ ഇതൊക്കെ നടത്തുന്നത് നല്ലതാണ്. ഇതിൻ്റെ അവയർനെസ് കൊടുക്കുന്നതും 2 പാർട്ടീസിനും, സ്റ്റേക്ക് ഹോൾഡേഴ്സിനും എംപ്ലോയീസിനും വളരെ നല്ലതാണ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അവയർനെസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പാരൻസിന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് കുട്ടികളെ എങ്ങനെയാണ് ബാധിക്കുന്നത്? പാരൻസിന് സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അവർ ഇത് പറഞ്ഞ പോലെ അവരുടെ സ്ട്രെസ്സിനുള്ള ട്രിഗേഴ്സ് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് പറ്റുന്നില്ല. അങ്ങനത്തെയൊക്കെ ഉള്ള അവസ്ഥയിൽ ഡെഫിനറ്റ്ലി ഇപ്പോൾ കുട്ടികളെ ചീത്ത പറയോ, അല്ലെങ്കിൽ വേർബലായിട്ട് ഒച്ചെടുക്കോ, അല്ലെങ്കിൽ അവരെ തല്ലോ, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ബിഹേവിയർ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളത് നോർമലൈസ് ചെയ്യാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. തെറ്റ് ചെയ്താൽ അടിക്കണം, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത സാധനങ്ങൾ ചവിട്ടിപ്പൊട്ടിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് കുഞ്ഞുനാളിലെ തൊട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇരുത്തി സംസാരിപ്പിച്ച് അത് ഡീൽ ചെയ്യാൻ ശ്രമിക്കുവാണെങ്കിൽ കുട്ടി അത് ലേൺ ചെയ്ത് വന്നോളും. അപ്പോൾ പാരൻസ് ആക്ച്വലി പറയുന്ന അഡ്വൈസസ് ഒന്നും അല്ല നോർമലി കുട്ടികൾ കേൾക്കുന്നത്. മോഡൽ ചെയ്ത് കാണിക്കുവാണെങ്കിൽ അവരത് ഫോളോ ചെയ്യും. ഇപ്പം നമ്മൾ കുട്ടിയുടെ അടുത്ത് 2 to 3 hours ആയിട്ട് മൊബൈലിൽ ഇരിക്കുന്നു, അത് മാറ്റുമെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ബിഹേവിയറൽ ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ. അപ്പം കുട്ടി ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, നിങ്ങൾ ഇരിക്കുന്നുണ്ടല്ലോ, അച്ഛൻ ഇരിക്കുന്നുണ്ടല്ലോ, അമ്മ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ള. അപ്പം നമ്മളത് മോഡൽ ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ എങ്ങനെയാണെന്നുള്ള ഇനീഷ്യൽ സ്റ്റേജസിലും അത് കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു ഫൗണ്ടേഷൻ ആണല്ലോ അത്. കുട്ടികൾ ജനിക്കുമ്പോൾ തൊട്ടുള്ള ആ സ്റ്റേജിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
സ്ട്രെസ് വരുമ്പോൾ എന്തെങ്കിലും രീതിയിലേക്ക് നമ്മുടെ ചിന്തകളെയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻവയോൺമെന്റിൽ ഇപ്പം വരയ്ക്കുകയോ പെയിന്റ് അടിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യുന്നത് സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആക്കുമോ? അത് അത്തരം രീതികൾ എന്തെങ്കിലും കുറച്ച് ഉപകാരപ്രദമാണോ? ആണ് ഡെഫിനറ്റ്ലി. നമ്മൾ മൂവ്മെന്റ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നത് ആക്ച്വലി ഭയങ്കര തെറാപ്യൂട്ടിക് ആണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഹാപ്പി ഹോർമോൺസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എല്ലാവരുടെ ബോഡിയിലും, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് റിലീസ് ആവുന്നത് അങ്ങനെ ആണ്. ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ, അങ്ങനെയുള്ള ഒരുപാട് റിലാക്സേഷൻ കാര്യങ്ങൾ, അതേപോലെ എക്സ്പ്രസീവ് ആർട്സ്, നമ്മൾ മണ്ഡല അങ്ങനത്തെ ഉള്ള ആർട്ട് ഒക്കെ എക്സ്പ്രസീവ് ആണ്. ആർട്ട് തെറാപ്പീസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ അത് വളരെ നല്ലതാണ്. അവർക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു മാധ്യമമാണത്. അപ്പം അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഇപ്പോൾ തെറാപ്പി ആവുന്നുണ്ട്. ഡാൻസ് ഒരു തെറാപ്പിയാണ്, ഡാൻസ് മൂവ്മെന്റ് തെറാപ്പി ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങൾ ഇപ്പം വരുന്നുണ്ട്. അപ്പം എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഉണ്ട്. കുട്ടികൾക്ക് ഒത്തിരി ഓപ്ഷൻസും ഉണ്ട്. കുട്ടികൾക്കും അല്ല മുതിർന്നവർക്കും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നോട്ട് നെസസറിലി എവറി തെറാപ്പീസ് ടോക്ക്. സംസാരിച്ചിട്ടുള്ള തെറാപ്പീസ് എല്ലാം അങ്ങനെയല്ല, അല്ലാത്തുള്ള കാര്യങ്ങളും ഉണ്ട്. ഈ സ്ട്രെസ് കൂടിയാണോ നമുക്ക് ബേൺ ഔട്ട് സംഭവിക്കുക? അങ്ങനെ സംഭവിക്കാം. നമ്മൾ തികച്ചും ബേൺ ഔട്ട് തന്നെയാണ് അതിൻ്റെ ലിറ്ററൽ വേർഡ് മീനിങ് തന്നെ അങ്ങനെയാണല്ലോ. നമ്മൾ അങ്ങ് ഉരുകി പോവുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലിറ്ററലി നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും വൈകാരികമായിട്ടും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന തളർച്ച അല്ലെങ്കിൽ ഫറ്റീഗ്, വീക്ക്നെസ്സിനെയൊക്കെ നമുക്ക് ബേൺ ഔട്ട് എന്നുള്ള ഇതിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ആക്ടിവിറ്റിയും എല്ലാം ബാധിക്കും. ഈ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് മെഡിറ്റേഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമാവോ? അതോടൊപ്പം തെറാപ്പി എടുക്കുന്നതിനോടൊപ്പം ഇത് ചെയ്യുന്നതാണോ നല്ലത്, അതോ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതാണോ നല്ലത്? നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എല്ലാവർക്കും അത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി ആ വന്നിരിക്കുന്ന ആളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എങ്ങനെയായാലും മനസ്സിലാക്കണം. കാരണം ഇപ്പോൾ ക്രോണിക് PTSD എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ട്രോമ. അപ്പോൾ അങ്ങനെ അനുഭവിച്ച് വന്നവർക്ക് പലർക്കും മെഡിറ്റേഷൻ ഒരു ബുദ്ധിമുട്ടായിട്ട് പറയാറുണ്ട്. പിന്നെ മെഡിറ്റേഷൻസിലും പല തരത്തിലുള്ള മെഡിറ്റേഷനുണ്ട്. സിറ്റിംഗ് ആയിട്ടുള്ള മെഡിറ്റേഷൻ നമ്മൾ കോമൺലി കണ്ടുവരുന്നതാണല്ലോ. അതിൽ കുറച്ച് അകത്തേക്ക് പോയി ഒന്ന് റിഫ്ലക്ട് ചെയ്യാനൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് ഒത്തിരി അങ്ങ് ഇമോഷൻസും തോട്ട്സും ഒക്കെ വരുന്നതായിട്ട് പറയാറുണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ. അപ്പോൾ അത് അവർക്ക് വർക്ക് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു ഭയങ്കര കെയർഫുൾ ആയിട്ട് വേണം മെഡിറ്റേഷൻ ഒരാൾക്ക് സജസ്റ്റ് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള പറഞ്ഞ എക്സസൈസും എല്ലാം നമുക്ക് റിലാക്സേഷൻ സ്ട്രാറ്റജീസും എല്ലാം നമുക്ക് ഫലപ്രദമായിരിക്കും. ഞാൻ ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ മെഡിറ്റേഷൻ എടുക്കുകയാണ്, നമ്മൾ ബ്രീത്തിൽ ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെഡിറ്റേഷൻസ് ഉണ്ടാവില്ല, ഇപ്പോൾ സിറ്റിംഗ് ആയിട്ടുണ്ട് തന്നെയുള്ള ആ സമയത്ത് നമ്മുടെ ചിന്ത നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും ഈ ബ്രീത്തിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകുമല്ലോ ഓരോരുത്തരുടെ മാനസികാരോഗ്യമൊക്കെ കണക്കിലെടുത്ത്. അപ്പോൾ അത്തരം ആളുകൾ ഇത്തരം മെഡിറ്റേഷൻസ് ചെയ്യുന്നതിന് പകരം ഒരു തെറാപ്പിസ്റ്റിനെ കാണുന്നത് തന്നെയായിരിക്കും കൂടുതൽ ഉപകാരപ്രദം. അതെ, തെറാപ്പിസ്റ്റിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് നമ്മൾ ഹിസ്റ്ററി, ഇവരുടെ ഒരു മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇഫ് ദേ ഫീൽ ദാറ്റ് അത് കുഴപ്പമില്ല, അവർക്കത് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലെങ്കിൽ നമ്മൾക്ക് മൈൻഡ്ഫുൾ ബ്രീത്തിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതിന് കുറേ ബ്രീത്തിങ് ടെക്നിക്സ് ഉണ്ട്. അത് കുറച്ചും കൂടി ഫലപ്രദമാണ്. അപ്പം നമ്മൾ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് ഇരിക്കുന്നതിൽ ഇപ്പോൾ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ട്രൈ ചെയ്യാവുന്നതാണ്. ഈ സ്ട്രെസ്സിന് എന്തെങ്കിലും മെഡിസിൻസ് അവൈലബിൾ ആണോ? അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക? അതോ നമ്മൾ തെറാപ്പി, മെഡിറ്റേഷൻ, എക്സസൈസ്, ഇപ്പം ഡാൻസ് തെറാപ്പി പോലെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ചിന്തകളെയും നമ്മുടെ ജീവിത രീതിനെയൊക്കെ ഒന്ന് ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ മതിയാവുമോ? അതും ആക്ച്വലി ആ ടൈപ്പ് ഓഫ് സ്ട്രെസ് പോലെ ഇരിക്കും. ഇപ്പോൾ ക്രോണിക് സ്ട്രെസ്സാണ്, അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഉള്ള അണ്ടർലൈങ് ആയിട്ടുള്ള കണ്ടീഷൻസോ ഫാക്ടേഴ്സോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫാർമക്കോളജിക്കൽ സപ്പോർട്ടും കൂടി കൊടുക്കേണ്ടി വരും. പക്ഷെ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റാറുണ്ട്. നമ്മുടെ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും തെറാപ്പിയും ബ്രീത്തിങ് റിലാക്സേഷൻ എക്സസൈസും പിന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് പലയിടത്തും ഇപ്പോൾ വരുന്നുണ്ട്, MBSR. ഇതൊക്കെ വളരെ നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വീക്കിലിയോ അങ്ങനെയൊക്കെ എടുത്തെടുത്ത് പോകുമ്പോൾ നമുക്ക് ഒത്തിരി സ്ട്രെസ് ലെവൽസിൽ വ്യത്യാസം വരും. പിന്നെ എൻവയറമെൻറ്റ് ഒരു വലിയ ഫാക്ടറാണ്. എഗെയിൻ നമ്മൾ വീണ്ടും ഒരേ ആ സ്ട്രെസ് തരുന്ന എൻവയറമെൻറ്റിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്.
ചിലപ്പോൾ നമുക്ക് വീടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ തൊഴിലിടമായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയായിരിക്കാം നമുക്ക് സ്ട്രെസ്സ് തരുന്നത്. പക്ഷെ അത്തരം ഇടങ്ങളിൽ നിന്ന് ഇറങ്ങി നടക്കുക, ഇറങ്ങി പോവുക എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പമുള്ളൊരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ അത്തരം ആളുകൾ എന്തായിരിക്കും പിന്നെ ചെയ്യുക? അവരായിരിക്കും എന്താ പറയുക, റെസീലിയൻ്റ് ആണെങ്കിൽ പോലും ചിലപ്പോൾ ആ ലൂപ്പിൽ കിടന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അങ്ങനത്തുള്ള ആൾക്കാരാണ്. പിന്നെ ചില ആൾക്കാർക്ക് അങ്ങനെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ പെട്ടെന്ന് പോയി സീക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എന്താ പറയുക, അതിനുള്ള സാഹചര്യം ഇല്ല അല്ലെങ്കിൽ അനുവദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അത് സാമ്പത്തികവും ഒരു പ്രധാന ഘടകം, അതും ഒരു ഘടകമാണ്. അപ്പോൾ ഇതെല്ലാം ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുപോലെ ഈ ന്യൂബോൺ മദേഴ്സ് ഉണ്ടല്ലോ, അവർ വേഗം പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം കൂടുതൽ ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. അതായത് മുതിർന്ന കുട്ടിയോടാവാം അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവരോടാകാം. അപ്പം അതൊരു പോസ്റ്റ്മോർട്ടം ആയിരിക്കും, അത് അവർ ഈ സ്ട്രെസ്സ് പുറത്തേക്ക് തള്ളുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അത്തരം ദേഷ്യങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം വികാര പ്രകടനങ്ങളൊക്കെ അവർ കാണിക്കുന്നത്. പോസ്റ്റ്മോർട്ടം കൺസേൺസ് കൂടുതലാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം കൺസേൺ ആണെങ്കിൽ അത് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പുതിയ പുതിയ മേഖലകൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ലാക്ടേഷനിൽ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലാക്ടേഷൻ കൺസൾട്ടൻ്റ് ഉണ്ട്. പണ്ടത്തെ കാലത്ത് ഇല്ല. നമുക്ക് ഒത്തിരി അൺസോളിസിറ്റഡ് ആയിട്ടുള്ള അഡ്വൈസൊക്കെ കിട്ടി ആണ് പഴയ കാലത്തുള്ള അമ്മമാർ കുട്ടികളൊക്കെ വളർത്തി. അത് ചിലത് ശരിയാവാം, ചിലത് തെറ്റാവാം, ചിലത് ഹെൽപ്ഫുൾ ആവാം, ചിലത് അൺഹെൽപ്ഫുൾ ആവാം. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതാണ്. അതേപോലെ പോസ്റ്റ്മോർട്ടം കൺസേൺ ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷണലെടുത്ത് പോയാലും അവർ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷനിലേക്ക് വിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രൊഫഷണൽസിനെ കാണുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ എന്താണ് അണ്ടർലൈങ് ആയിട്ടുള്ള നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചിന്തകൾ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ എന്താണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മളൊരു കല്യാണം കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പോകുന്നു. ഇത്തരം അവസ്ഥകളിലൊക്കെ നമ്മളൊരു തെറാപ്പിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെയോ സൈക്കാട്രിസ്റ്റിൻ്റെയോ ഒക്കെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും, മുന്നോട്ടൊരു തെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഗ്രൂപ്പ് ക്ലാസ്സസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പം പ്രീനേറ്റൽ ക്ലാസ്സസ് ഉണ്ട്. പ്രീനേറ്റൽ ക്ലാസ്സസ് ഇപ്പോൾ ഹോസ്പിറ്റൽസ് നടത്തുമ്പോൾ ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ഓർ ആരാണോ ക്ലാസ് എടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്തായാലും ഒരു സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവരുടെ ഒരു ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാനും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ള ക്ലാസ്സുകൾ വളരെയധികം കൊടുക്കുന്നുണ്ട്. അതേപോലെ പോസ്റ്റ്മോർട്ടം പല സ്ഥലത്തും അറേഞ്ച് ചെയ്യുന്നുണ്ട്. കുറേ സ്ഥലത്തുണ്ട്, കുറേ സ്ഥലത്ത് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നവരും ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റലിലൊക്കെ ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റണം എന്നില്ല. അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. പിന്നെ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാതെ വരുമ്പം അത് സ്ട്രെസ്സ് കൂട്ടും. നമുക്കിപ്പോൾ ഒരു ന്യൂ മദർ ആകുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം. അപ്പോൾ പഴയ കാലത്ത് ഒരു രീതിയല്ല. അപ്പോൾ പഴയ കാലത്ത് ഇപ്പോൾ മദർ ഇൻ ലോസോ മദേഴ്സോ ഒക്കെ പറയാം ഞാൻ ചെയ്തതല്ലേ നീയും ചെയ്യുക എന്നൊക്കെ. പക്ഷെ അതങ്ങനെ അല്ല. ആക്ച്വലി ശരിക്കും അവർക്കും അത് സംഭവിച്ചതിൽ എന്താ പറയുക, അത് നല്ലൊരു സംഭവം അല്ല. പിന്നീട് അത് അവർ വിചാരിക്കാത്ത രീതിക്കൊക്കെ പല രീതിക്കൊക്കെ സ്ട്രെസ് മാനിഫെസ്റ്റ് ചെയ്ത് വരാം. ഇപ്പോഴത്തെ അമ്മമാർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അത് എടുക്കാമല്ലോ. അതുപോലെ നമ്മൾ ടൈം മാനേജ് ചെയ്യുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കില്ലേ? ഡെഫിനറ്റ്ലി സഹായിക്കും. കാരണം ടൈം മാനേജ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുകയാണല്ലോ. നമുക്ക് ഏതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വർക്ക് അല്ലെങ്കിൽ ജോലി എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അതിലോട്ട് നമ്മുടെ എനർജി നമ്മൾ തിരിച്ചു വിട്ടാൽ നമുക്ക് അത്രയും സമയം ലാഭിക്കാം. അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് എളുപ്പമാണ്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സ് നമുക്ക് നല്ല രീതിക്ക് കുറഞ്ഞു കിട്ടും. നമ്മുടെ ഉള്ളിൽ നമുക്ക് ചിലപ്പം തോന്നുന്ന ഒരു ചിന്തയുണ്ട്, ഭയങ്കര നെഗറ്റീവ് തോട്ട്. അതായത് എന്നെ ഇനി ഒന്നിനും കൊള്ളില്ല, എനിക്കിനി ഇത് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ സ്ട്രെസ് ആവുമല്ലോ, സ്ട്രെസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കൂലേ, ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്നതല്ല, ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഒളിച്ചോടി പോവാം എന്നൊക്കെ തോന്നുമല്ലോ. അപ്പം ഒരാളൊരു പോസിറ്റീവ് തിങ്കിങ് വളർത്തിയെടുക്കുന്നത് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കില്ലേ? കുറേയൊക്കെ സഹായിക്കും. കാരണം പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടും കാര്യമില്ല. പക്ഷെ പോസിറ്റീവ് തിങ്കിങ് ഹെൽപ്ഫുൾ ആണ്. കാരണം അതൊരു ഷിഫ്റ്റ് ആണല്ലോ, പേഴ്സ്പെക്റ്റീവ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളൊരു സംഭവമാണ്. നമ്മൾ ഫുള്ളി നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അഫർമേഷൻസും നെഗറ്റീവ് കാര്യങ്ങളും മാത്രം പറഞ്ഞിരിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അല്ലെങ്കിൽ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഇനിയും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോട്ട് അവിടെ റീഫ്രെയിം ചെയ്ത് കൊണ്ടുവരാം. പക്ഷെ എന്നിരുന്ന് നമ്മൾ ഒത്തിരി അങ്ങനെ പോസിറ്റീവ് ആവുക എന്ന്
പറഞ്ഞ് അങ്ങ് പോയി കഴിഞ്ഞാൽ അതൊരു സമ്മർദ്ദം തന്നെയാണ്. കാരണം അത് ടോക്സിക് പോസിറ്റിവിറ്റിയിലേക്ക് പോകും. കാരണം അപ്പം നമ്മൾ നെഗറ്റീവ് ഫീലിങ്സിന് അയ്യോ അത് നെഗറ്റീവ് വന്ന പ്രശ്നമാണ്, അതുകൊണ്ട് അത് വരാൻ പാടില്ല, അപ്പോഴേക്കും അവർ വീണ്ടും ഡിസ്ട്രെസ്സിലായി. അപ്പം അങ്ങനെയും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നെഗറ്റീവ് എക്സ്പീരിയൻസസിനെ ഒരിക്കലും നമ്മൾ ഡിസ്മിസ് ചെയ്ത് കളയരുത്. അതിനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ എന്താ പറയുക എംബ്രേസ് ചെയ്യുക എന്നുള്ളൊരു സംഭവം. ഇപ്പം അതിൻ്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചോട്ടെ, എന്താണ് ഈ ടോക്സിക് പോസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിൽ പെരുമാറിയാലാണ് അപ്പുറം നിൽക്കുന്ന ആൾക്ക് ഇതൊരു ടോക്സിക് ആണ് എന്ന് തോന്നുക? അതായത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഒരാളോട് പറയാണ് ഇതൊക്കെ നിനക്ക് തോന്നലാണ്, ഇതൊക്കെ നിന്റെ തോന്നലാണ്, ടേക്ക് ഇറ്റ് ഫ്രം യുവർ ഹെഡ്, അല്ലെങ്കിൽ നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, എപ്പോൾ നോക്കിയാലും നെഗറ്റീവ് ആണല്ലോ, അങ്ങനെ ഇരിക്കരുത്, അത് ആ ചിന്തയെ തെറ്റാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, പോസിറ്റീവായിട്ട് ഇത് തന്നെ പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക യു ആർ ഓസം, ആ സാധനം തന്നെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയും ആൾക്കാർ. അപ്പം അങ്ങനെ പറയുമ്പോൾ ആ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുടെ നെഗറ്റീവായിട്ടുള്ള ഫീലിങ്സ് ഇമോഷൻസും അവിടെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ നമ്മളിപ്പം അവരോട് ചെന്നിട്ട് നമ്മൾ നിനക്ക് അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ, എനിക്ക് മനസ്സിലായി, നീ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടല്ലേ, ഞാൻ എങ്ങനെയാണ് നിന്നെ സഹായിക്കേണ്ടത്, എനിക്ക് കുറച്ച് മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ആശ്വാസം ഡിഫറെൻറ്റാണ്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലും അങ്ങനെ പറയുവാണെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നീ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ മാക്സിമം പറയാതിരിക്കുന്ന തന്നെയാണ്. ആദ്യം ആ നെഗറ്റീവായിട്ടുള്ള സംഭവം എന്താണോ, ഡിസ്ട്രെസ് എന്താണോ, അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അതിനൊന്ന് അക്നോളജ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇനി ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം എന്നൊക്കെയുള്ള സജഷൻസും ഓപ്ഷൻസും കൊടുത്താൽ കുറച്ചും കൂടി അത് ബെറ്റർ ആയിരിക്കും. അതായത് ഇപ്പോൾ കൂട്ടുകാർക്കാണെങ്കിൽ ഒരു ദിവസം 8 മണിക്കൂർ നമ്മൾ വർക്കിംഗ് പ്ലേസിൽ കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഈ രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇപ്പുറം നിൽക്കുന്ന പാർട്ട്ണർ ആണെങ്കിൽ ആൾക്കൊരു ദിവസം മുഴുവൻ ഈ രീതിയിൽ ആളെ ഹാൻഡിൽ ചെയ്യില്ല, ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കും ദേഷ്യം വരുമല്ലോ. അപ്പം ഈ കൂടെ നിന്ന് സഹായിക്കുന്ന ആൾ എന്തൊക്കെ തരത്തിലാണ് ഈ സ്ട്രെസ്സിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ പാർട്ട്ണറെ സഹായിക്കേണ്ടത്? ഇപ്പം 2 പാർട്ട്നേഴ്സിനും സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഐഡിയലി തേർഡ് പേഴ്സൺ ആണ് ഏറ്റവും ബെസ്റ്റ്, ലൈക്ക് എ പ്രൊഫഷണൽ. ബിക്കോസ് 2 പേർക്കും സമ്മർദ്ദങ്ങളുണ്ടല്ലോ, ഡിഫറെൻറ്റ് ആയിരിക്കാം. അപ്പോൾ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളൊരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു പ്രൊഫഷണലിനെ തന്നെ കണ്ട് പ്രൊഫഷണൽ രീതിക്ക് തന്നെ അത് പോകുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഇല്ലെങ്കിൽ മിനിമം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൈൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. കമ്പാഷൻ ആദ്യം നമ്മൾ മുന്നിൽ വെക്കുക. ഓക്കെ, അവൾ എന്തോ അനുഭവിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറുന്നത്, നോക്കാം, നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരു കൗൺസിലറെ കാണാം എന്നുള്ളൊരു സംഭവത്തിലോട്ട് നമ്മൾ വരുന്നതാണ് നല്ലത്. നമ്മൾ സെൽഫായിട്ട് നമുക്കൊരു സ്ട്രെസ് ഉണ്ട്, നമ്മൾ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു എംപ്റ്റി ജാറിന്ന് പിന്നെയും പോർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു കുപ്പിയിൽ ഇപ്പോൾ വെള്ളം ഇപ്പോൾ ഫുള്ള് നിറച്ച് വെക്കുമ്പോൾ നമുക്ക് പോർ ചെയ്യാം, ഹാഫ് ആവുമ്പോഴും കുറച്ച് നമുക്ക് പോർ ചെയ്യാം, അത് കുറച്ചും കൂടി ഒന്നും ഇല്ലാണ്ട് ഏകദേശം ഒരു 1/4 ആവുമ്പോഴും നമുക്ക് കൊടുക്കാം. പക്ഷെ അത് നമ്മളെ തന്നെ ഡ്രെയിൻ ആക്കിക്കൊണ്ടല്ലേ, അത് 2 പേർക്കും ഗുണം ചെയ്യില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് അവസ്ഥയാണെങ്കിൽ നമ്മൾ വേറൊരാളെ സഹായിക്കാൻ പോവാതിരിക്കുന്നതാണ് നല്ലത്. 2 പേരും ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ആൻസൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ADHD ആയിക്കോട്ടെ, തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ അവർ കപ്പിൾ തെറാപ്പിയാണോ എടുക്കേണ്ടത്, അത് ഇൻഡിവിജ്വലായിട്ട് തെറാപ്പികൾ എടുത്തിട്ട് ശേഷം കപ്പിൾ തെറാപ്പിക്ക് പോകുന്നതാണോ നല്ലത്? രണ്ടും. അതിപ്പോൾ പ്രൊഫഷണൽ എങ്ങനെയാണോ ഗൈഡ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട്, അതായത് ഇവർ പോകുമ്പോൾ തന്നെ ഇവരുടെ കാര്യങ്ങൾ ആദ്യം ആ പ്രൊഫഷണൽ മനസ്സിലാക്കുന്നുണ്ടാവും, ഒരു ക്ലിനിക്കൽ ഹിസ്റ്ററി അവർ എന്തായാലും എടുക്കുന്നുണ്ടാവും. അപ്പോൾ അതിൽ ആ പ്രൊഫഷണലിന് ഒരു രീതി ഉണ്ടാവും, അതനുസരിച്ചിട്ട് അവർ ഗൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ രണ്ട് പേർക്കും ഡിഫറെൻറ്റ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ അവർ ഇൻഡിവിജ്വലി തെറാപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അത് കഴിഞ്ഞിട്ട് കപ്പിൾ സിറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് എൻറ്റയർലി ആ ഒരു തെറാപ്പിസ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചിരിക്കും. ഒരാൾ സ്ട്രെസ്ഫുൾ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പം ഒരു തെറാപ്പിസ്റ്റ് നൽകുന്ന തെറാപ്പികൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ബേസിക്കലി ആദ്യം അവരെ കേൾക്കുക എന്നുള്ളൊരു സംഭവമാണല്ലോ. അവർക്ക് ആ ഒരു സേഫായിട്ട് തോന്നുന്ന ഒരു സ്പേസ് നമ്മൾ ആദ്യം കൊടുക്കുക. അവരുടെ കാര്യങ്ങൾ കോൺഫിഡൻഷ്യൽ ആയിരിക്കും എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. അവരുടെ ഒരു ഇൻഫോംഡ് കൺസെൻറ്റ് എടുക്കുക. നമ്മുടെ റെക്കോർഡിക്കൽ പർപ്പസിന് ഇത് വെക്കുന്നതായിരിക്കും. അതൊക്കെയാണ് നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്നത്. അവർ കംഫർട്ടബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു എക്സ്പീരിയൻസിനെ നമ്മൾ ആദ്യം അക്നോളജ് ചെയ്യുക. അതിന് കുറച്ച് നമ്മൾ കൗൺസിലേഴ്സിൻ്റെ ബേസിക് കോർ കൗൺസിലിംഗ് സ്കിൽസ് അവിടെ നമുക്ക്
എന്താ പറയുക എന്തായാലും വരും. അപ്പോൾ ആ ഒരു രീതിക്ക് അത് കൈകാര്യം ചെയ്തായിരിക്കും അവർ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് ആ ബേസിക് ഓക്കെ എന്നെ ഇവർ കേൾക്കും എന്നുള്ള ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, ഒരു ട്രസ്റ്റും റാപ്പും വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഓപ്പൺ അപ്പ് ചെയ്യും. അവരുടെ ബുദ്ധിമുട്ട് അനുസരിച്ചിട്ടുള്ള തെറാപ്പീസ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ സ്ട്രെസ് ആണെങ്കിൽ അവർക്ക് ഒത്തിരി റിലാക്സ് ചെയ്യാനും ഉള്ള ബ്രീത്തിങ് സ്ട്രാറ്റജീസോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ആണെങ്കിൽ അങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ പല പല തെറാപ്പീസ് ഉണ്ട്. നെഗറ്റീവ് തോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലത്തുള്ള തെറാപ്പി നമ്മൾ കൊടുക്കും. പിന്നെ ഇപ്പം നമുക്കൊരു ഇമോഷണലി നമ്മൾ എന്താ പറയുക ഫ്രജൈൽ ആണെങ്കിൽ നമുക്ക് അത് റെഗുലേറ്റ് ചെയ്യാൻ, നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഗ്രൗണ്ടിങ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് കുറേ കൊടുക്കും. നമുക്ക് ഗ്രൗണ്ട് ചെയ്ത് നിൽക്കാനുള്ള സ്ട്രാറ്റജീസ്, പിന്നെ മൈൻഡ്ഫുൾനെസ് ബേസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് സ്ട്രെസ് റിഡക്ഷൻ, ആ ഒരു MBSR എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ആളുകൾക്ക് ഇപ്പോഴും ഹെൽപ്പ് സീക്ക് ചെയ്യുന്നതിന് ഒരു മടി ഉള്ളതായിട്ട് തോന്നാറുണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? ഉണ്ട്. ജനറലി അത് സമൂഹത്തിൽ മാനസികാരോഗ്യത്തിനെ കുറിച്ചിട്ടുള്ളൊരു സ്റ്റിഗ്മ കൊണ്ടാണത്. ഇപ്പം മെൻ്റൽ ഹെൽത്ത് ഡിഫറെൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത്, മാനസികാരോഗ്യം എല്ലാവർക്കും ഉള്ള സംഭവമാണ്. ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിൽ ഒരു ഇഷ്യൂ വന്നാൽ, ഇപ്പോൾ ഒരു പനി വന്നാൽ നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോകുന്നു, അതേപോലെ തന്നെ മാനസിക ആരോഗ്യവും അത്രയും പോലെ തന്നെ ഉള്ളൂ. നമുക്ക് നമ്മുടെ ചിന്തകളിലോ നമ്മുടെ വികാരങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ സെൻസേഷൻസിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളൊരു ഡോക്ടറെ കാണുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളൊരു അവയർനെസ് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. ആദ്യം ആ ഒരു തിരിച്ചറിവ് നമ്മൾ ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ, നമ്മൾ എന്തെങ്കിലും ഒരു ലേബൽ അല്ലെങ്കിൽ മുദ്ര കുത്തപ്പെടുമോ എന്നുള്ളത്, ഒരു പ്രോബ്ലം ഉള്ള ഒരാളാണ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഇൽനെസ് ഉള്ള ഒരാളാണെന്നുള്ള അതൊക്കെ ആൾക്കാർക്ക് പേടിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ പണ്ടത്തെ കാലത്ത് കൗൺസിലറിനെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സീരിയസ് മെൻ്റൽ ഇൽനെസ് അല്ലെങ്കിൽ ഭ്രാന്ത് എന്ന് ഒരു ലേമാൻസ് ടേംസിൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജി, അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതലും ആൾക്കാർ ഹെൽപ്പ് സീക്ക് ചെയ്യാതെ ഇരിക്കുന്നത്. പിന്നെ ഞാൻ സ്ട്രോങ് അല്ല എന്നുള്ളൊരു ഫീലിങ്ങും, അതായത് നമ്മളൊരു ഹെൽപ്പ് ഒരാളുടെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ഞാൻ വീക്കായ കൊണ്ടാണെന്നുള്ളൊരു ഒരു കണ്ടീഷനിങ് അവിടെ ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് അതങ്ങനെ അവർ സീക്ക് ചെയ്യാൻ ആയിട്ട് പണ്ടത്തെ കാലത്ത് റെഡി ആവാത്തത്. പക്ഷെ ഇതിപ്പോൾ ഒരു ഷിഫ്റ്റ് ആവുന്നുണ്ട് ഇപ്പം. പക്ഷെ നമ്മൾ ഇപ്പം കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പറഞ്ഞു കേൾക്കുന്നത് പെൺകുട്ടികൾ കുറച്ചും കൂടി ഒരു ഹെൽപ്പ് എടുക്കാൻ വേണ്ടി വില്ലിങ് ആയാലും ആൺകുട്ടികൾ അത്തരത്തിൽ ഹെൽപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് വരാൻ ഭയങ്കര മടിയാണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊരു പിയർ ഗ്രൂപ്പ് പ്രഷർ കൊണ്ടായിരിക്കുമോ അതോ കളിയാക്കുമോ എന്നൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കുമോ? അത്തരം എന്തെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവമോ അല്ലെങ്കിൽ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആൺകുട്ടികൾ ഹെൽപ്പ് സീക്കാൻ കുറച്ച് മടിയാണ് എന്നങ്ങനെ തോന്നിയിട്ടുണ്ട്? അത് കൂടുതലും ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് കൊണ്ടുവരുന്നൊരു സംഭവമാണ്. നമ്മൾ ഇപ്പം കുഞ്ഞുനാളിലെ തൊട്ട് നമ്മൾ ആൺകുട്ടികൾ കരയുന്നോടാ, പെൺകുട്ടികളാ കരയുന്നേ, ആണുങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നൊക്കെയുള്ള വാചകങ്ങളുണ്ട്. പിന്നെ ജെൻഡർ റോളിംഗ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ ആൺകുട്ടികൾ ചെയ്യുക, കുറച്ച് കാര്യങ്ങൾ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ സൊസൈറ്റിയിൽ ഉള്ള കുറച്ച് നമ്മൾ കൺസ്ട്രക്ട്സ് എന്ന് പറയുമല്ലോ, കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൊണ്ടാണ് മോസ്റ്റ്ലി ആണുങ്ങൾക്ക് ഒരു എന്താ പറയുക, ഞാൻ വീക്കായി പോവുമോ അല്ലെങ്കിൽ എന്നുള്ളൊരു ഫീലിംഗ് വരുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് എന്താ പറയുക, ബാക്കിയുള്ളവർ കണ്ടു കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനൊരു മാൻ ആണല്ലോ എന്നൊക്കെ ഉള്ളൊരു തോട്ട് പ്രോസസ്സ് കുഞ്ഞുനാളിലേ അത് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയിട്ടാണ് അത് കൂടുതൽ അവർ ഹെൽപ്പ് സീക്ക് ചെയ്യാത്തത്. പക്ഷെ അതൊക്കെ ഒത്തിരി ഇപ്പം മാറി തുടങ്ങിയിട്ടുണ്ട്. ആണുങ്ങൾ വിളിച്ച് സപ്പോർട്ട് സീക്ക് ചെയ്യുന്ന കേസസ് ഒക്കെ ഒത്തിരി ഉണ്ട്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് സൈക്കോളജിസ്റ്റ് അനു സുരജ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചത്. താങ്ക് യു ക്രിസ്റ്റീന.